Hello guys, welcome back to my channel. It's me Abana and you're watching my video. So guys, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ആൻഡ് ഐ വാസ് ലൈക്ക് കോട്ടയത്ത് ഇങ്ങനെ ഫുഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതുകൊണ്ടും ലൈക്ക് നമ്മളിപ്പം ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിരിയാണിയിലായിരിക്കും. സോ ലൈക്ക് ഞാനിപ്പോൾ കോട്ടയത്ത് മിക്ക സ്പോട്ട്സിലും ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എവിടെയും. ഇഫ് ഒരു പേഴ്സൺ വന്ന് നമ്മളോട് ചോദിക്കുക കോട്ടയത്തെ ബിരിയാണി കഴിക്കാൻ കൊള്ളാം എന്ന് ചോദിച്ചാൽ ലൈക്ക് നമുക്ക് അത്ര ഹൈപ്പ് കൊടുത്ത് അത്ര നല്ലതാണെന്ന് പറയാനായിട്ട് ഒരു ബിരിയാണി സ്പോട്ട് കോട്ടയത്ത് അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഞാൻ അവിടുത്തെ ഒരു ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടുമില്ല. ആൻഡ് ഞാൻ എപ്പോഴും പോകുന്ന അമ്മയുടെ ഒപ്പം. സോ അമ്മയ്ക്കും അങ്ങനെ തോന്നിയിട്ടില്ല. സോ മീ ആൻഡ് മൈ മദർ തോട്ട് ദാറ്റ് നമുക്കൊരു ബിരിയാണി വീട്ടിലുണ്ടാക്കാം അന്ന് പറഞ്ഞു. സോ അമ്മ പറഞ്ഞു അമ്മ അത് ഉണ്ടാക്കാം ആൻഡ് ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. സോ ലെറ്റ്സ് ഗോ ആൻഡ് സി ഹൗ ഷീ മേക്സ് ഇറ്റ്. സോ ഗൈസ്, നിങ്ങളൊരു പാത്രത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് ഓണിയൻസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഓണിയൻ ഇത്രയും പോരാ, ഞങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത് ബിക്കോസ് ഓയിലിൽ ഈ സവാള ഓയിലിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ആയി വരാനായിട്ട് നമ്മളിത് ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത്. എൻ്റെ അമ്മ പാവം ഇത്രയും നേരം ഇളക്കുമല്ലായിരുന്നു, കുറച്ച് നേരം ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അമ്മ എന്നോട് പറയുക മാറി അത് കരിഞ്ഞു പോകുന്നു. സാരമില്ല, നമുക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അത് സാരമില്ലെന്നേ, നമുക്ക് ആ കളറാകുമ്പോഴത്തേക്ക് ഓണിയൻ മാറ്റാം. എന്നിട്ട് അടുത്ത കാഷ്യൂസും റൈസൻസും കൂടെ വറുത്തെടുക്കുക, അതും ഈ കളറാകുമ്പോൾ മാറ്റാം. അതിൻ്റെ ഓയിൽ കൂടുതലായതുകൊണ്ട് കുറച്ച് ഓയിൽ മാറ്റി നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ഓഫ് ഓണിയൻസ് ഇട്ടു. ദെൻ ജിഞ്ചർ, ഗാർലിക്, മിൻ ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, 1 ടൊമാറ്റോ ഇത്രയും റെഡി ആക്കുക. ദെൻ ആ ഓണിയനിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ഗ്രീൻ ചില്ലി ഇല്ലേ, അത് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആൻഡ് എരിവ് നിങ്ങൾക്ക് എന്തോരം എരിവ് വേണോ അത്രത്തോളം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ആൻഡ് ഞങ്ങളിത് 4 പീപ്പിളിന് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. സോ ഞങ്ങൾക്ക് ഇത്രയും ഗ്രീൻ ചില്ലി മതി. സോ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഈ സവോള ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ആൻഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ആൻഡ് ഗ്രീൻ ചില്ലിയും കൂടെ ക്രഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കേർഡും ടർമറിക്കും ഗരം മസാലയും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടായിരുന്നു. ആൻഡ് ഈ ഗരം മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇഫ് യു വോണ്ട് ദി റെസിപ്പി യു ക്യാൻ കമൻറ്റ് ബിലോ ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് ഇറ്റ് ആസ് എ വീഡിയോ. സോ ഗൈസ്, ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം നിങ്ങൾ ആവശ്യത്തിന് ഇട്ടെങ്കിൽ അത് മതി. ആൻഡ് 1 ടൊമാറ്റോ ഫുൾ ആഡ് ചെയ്യുക. കുറച്ച് കേർഡും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്ത് ഫുൾ മിക്സായി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിൻ ലീവ്സ് ആഡ് ചെയ്യാം. ഇഫ് യു ഹാവ് രംബേല അതും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു ബിക്കോസ് ലൈക്ക് ഗാർഡൻ ക്ലീൻ ചെയ്തപ്പോൾ രംബേല പോയി. സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, നല്ലതാണ്. ഞങ്ങൾ മോസ്റ്റ്ലി അത് ആഡ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് അമ്മയ്ക്ക് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ കുറച്ചും കൂടെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലൈക്ക് അമ്മയ്ക്ക് മസാല എടുത്തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ മസാല കുറച്ചും കൂടെ ഗരം മസാല ആഡ് ചെയ്തു. ഇഫ് യു വാണ്ട് അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിൽ വേറൊരു പാനിലേക്ക് ഒഴിക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക കുഞ്ഞതായതുകൊണ്ട് അത്ര എടുത്ത്, വലുതാണെങ്കിൽ നിങ്ങൾ 3 or 4 എടുത്താൽ മതിയാവും. ആൻഡ് ഓണിയൻസ് ഞങ്ങൾ കുറച്ച് ഓണിയനും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ദെൻ നിങ്ങൾ ബിരിയാണിക്ക് ഏത് റൈസാണ് യൂസ് ചെയ്യുന്നത് അത് വാഷ് ചെയ്ത് ഇതിലേക്ക് ഇടുക. ആൻഡ് 2 minutes ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ഞങ്ങളിവിടെ ഇപ്പം കൈമ റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു തോട്ട് ബിരിയാണിക്ക് കൈമ റൈസാണ് ബെറ്റർ എന്നാണ്. സോ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് നമ്മൾ 4.5 cups ഓഫ് വാട്ടർ ആഡ് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾ എന്തോരം റൈസ് എടുക്കുന്നു ആ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വാട്ടർ ആഡ് ചെയ്യാം. സോ അത് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് 1/2 lemon സ്ക്യൂസ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് 1/2 lemon പോലും ചിക്കനിലേക്ക് ആഡ് ചെയ്യേണ്ട, ഒരു 1/4 lemon ആഡ് ചെയ്താൽ മതി, കുറച്ച് മതി. ലൈക്ക് എന്നിട്ട് നമുക്ക് മിൻറ്റ് ലീവ്സും കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ആൻഡ് എന്നിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ച റൈസില്ലേ അത് നമുക്ക് കുറച്ചായിട്ട് ഇതിൻ്റെ മണ്ടേ വെച്ച് ഫില്ല് ചെയ്യാം. ആൻഡ് ഈ റൈസ് ഫില്ലായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഓണിയൻസും കാഷ്യൂസും റൈസൻസും ഇതിൻ്റെ മണ്ടേ ഇടുക. ദെൻ മിൻറ്റ് ലീവ്സും കൊറിയാൻഡറും കൂടെ ഇടുക. ദെൻ ആ റൈസ് വീണ്ടും ഫില്ല് ചെയ്യുക. ഇഫ് യു ഹാവ് മറ്റേ സാഫ്രോണും റോസ് വാട്ടറും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മണ്ടയിൽ ആഡ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. സോ ഞങ്ങൾ മിൽക്കിൽ ടർമറിക് ആഡ് ചെയ്താണ് ഇതിൻ്റെ മണ്ടയിൽ ഒഴിച്ചത്. ആൻഡ് സെയിം പ്രോസസ്സ് ഇതിൻ്റെ മണ്ടയിൽ ആഡ് ചെയ്യുക. ദെൻ എന്നിട്ട് ഇത് അടച്ചു വെക്കുക. സീരിയസ്ലി ഗൈസ്, ഞാൻ നിങ്ങളോട് പറയും, ഈ ബിരിയാണിയെ ടേസ്റ്റ് പറഞ്ഞത് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ആൻഡ് ഗൈസ്, നിങ്ങൾ വീട്ടിൽ ഈ ബിരിയാണി മസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. സോ ഗൈസ്, ഇനി വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണുന്നതിനും വരെ
അതുവരേക്കും ബൈ.